ക്ലാസ്സിലെ ടോപ്പേഴ്സിന് എപ്പോഴും ഈ ടോപ്പ് മാർക്ക് തന്നെ എങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്ത് സ്ട്രാറ്റജി ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്? ഏത് എക്സാം എടുത്താലും, വീക്ക്ലി എക്സാം ആയിക്കോട്ടെ, യൂണിറ്റ് ടെസ്റ്റുകൾ ആയിക്കോട്ടെ, നമ്മുടെ പീരിയോഡിക് ടെസ്റ്റുകൾ ആയിക്കോട്ടെ, എല്ലാത്തിലും അവർക്ക് ടോപ്പ് മാർക്ക് തന്നെയാണ് നേടുന്നത്. അതെങ്ങനെയായിരിക്കും? എന്തായിരിക്കും അതിന് പിന്നിലുള്ള നമുക്കറിയാത്ത സീക്രട്ട്? പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഇതല്ല ടോപ്പേഴ്സ് ചെയ്യുന്നത്. അതിനു പകരം ഓരോ ചാപ്റ്ററിലും ആവശ്യമായിട്ടുള്ള ട്രിക്സുകൾ, അതേപോലെ തന്നെ ഫോർമുലാസ്, ഈ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ബാക്കി എങ്ങനെയാണ് പഠിക്കുകയെന്നല്ലേ? നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ലാസ്സിലെ ടോപ്പേഴ്സിനും എന്തറിയില്ല, ഓരോ ചാപ്റ്ററിലെയും ചോദ്യങ്ങൾ ചെയ്യാനായിട്ടും അവർക്കും അറിയില്ല. അവരും നമ്മളെപ്പോലെ തന്നെയാണ് അത് പഠിക്കുന്നത് വിത്ത് എ ഹെൽപ്പ്. അപ്പോൾ ഒരാളുടെ ഹെൽപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കുന്നു. ആ ചെയ്ത് പഠിക്കുന്ന സമയത്ത് മാത്സിന്റെ കേസിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു ചോദ്യം ചെയ്യാനായിട്ട് ബൈ ഹാർട്ട് പഠിക്കരുത്. ആ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്തു തുടങ്ങണമെന്നും എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അതിൽ നോക്കാവൂ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിലെ നമ്പേഴ്സ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? ബൈ ഹാർട്ട് പഠിക്കരുത്. പകരം ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക? അടുത്തൊരു ചോദ്യം നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. കഴിഞ്ഞു. ഇനി അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചോദ്യ പേപ്പറിന്റെ പാറ്റേൺ എന്താണെന്ന് അല്ലേ? MCQs ഉണ്ടാകും, കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2 മാർക്സിന്റെയും 3 മാർക്സിന്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മോഡൽ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിലുപരി ഫോക്കസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് വേണ്ടത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു മോഡൽ അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ്സിൽ ടോപ്പർ ആവാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതൊക്കെ എങ്ങനെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നു അല്ലേ? ഇനി നമ്മുടെ യോധ ബാച്ചിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ റെഡിമെയ്ഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഓരോ ചാപ്റ്ററിലേക്കുള്ള നോട്ട്സ് നിങ്ങൾക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്പിൽ അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നോട്ട്സ് അവൈലബിൾ ആയി. രണ്ടാമത്തെ കാര്യം, യൂണിറ്റ് ടെസ്റ്റുകൾ. യൂണിറ്റ് ടെസ്റ്റ് ആയിക്കോട്ടെ, വീക്ക്ലി ടെസ്റ്റ് ആയിക്കോട്ടെ, പീരിയോഡിക് ടെസ്റ്റ് ആയിക്കോട്ടെ, ഇതിന് വേണ്ട എല്ലാ ഹെൽപ്പും, അതായത് ഓൾറെഡി ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ റിവിഷനും അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നമ്മൾ നടത്തുന്നത് വഴി നിങ്ങൾ എന്ത് ചെയ്യുവാണ്? ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ക്വസ്റ്റ്യൻ പാറ്റേണുമായിട്ട് ഫെമിലിയർ ആവുകയും നിങ്ങൾക്ക് പേടി കുറഞ്ഞ് നല്ല രീതിയിൽ എക്സാം എഴുതാനും സാധിക്കും അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു ഹെൽപ്പാണ്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം സ്കൂൾ ഹോംവർക്സും കാര്യങ്ങളും തരും. അപ്പോൾ ഇതിനൊരു ഹെൽപ്പ് വേണ്ടി വരും. അതിനാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും പേൾ വീഡിയോസും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 8th CBSEയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ആപ്പ് വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പാരൻസിനോടാണെങ്കിൽ നിങ്ങളുടെ കുട്ടി എത്രത്തോളം ക്ലാസ്സുകൾ കണ്ടു എന്നും അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് നിങ്ങൾക്കും എന്ത് ചെയ്യാം? ഒരു പാരന്റ് കൺട്രോൾ ആപ്പും നിങ്ങളുടെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ തന്നെ വരുന്നത് ചെറിയൊരു എമൗണ്ട് മാത്രമായിട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ആദ്യം മുതലേ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചു തുടങ്ങാം.